എല്ലായിടത്തെയും സംസാര വിഷയം ഇപ്പോൾ അർജുൻ തന്നെയാണ്. അർജുനെ ലഭിക്കുമോ എന്ന് തന്നെയാണ് എല്ലാവർക്കും അറിയേണ്ട ഒരേ ഒരു കാര്യം. ലഭിക്കണേ എന്ന് പ്രാർത്ഥിച്ചാണ് ഓരോ ദിവസവും വാർത്ത കണ്ടെല്ലാവരും തുടരുന്നത്. ഓരോ പ്രാവശ്യവും അർജുനെ കുറിച്ചുള്ള സൂചനകൾ ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രാർത്ഥനകൾ മുഴങ്ങുകേൾക്കുകയാണ്. കയറിന് ലഭിക്കുന്നുവെന്നും ലോകത്തിന്റെ സെൻസറിങ് വരുന്നു എന്നൊക്കെ പറയുമ്പോഴും അത് അർജുന്റെ ലോറി ആയിരിക്കണേ എന്ന് പ്രാർത്ഥിച്ചിരിക്കുകയാണ് മലയാളികൾ ഇപ്പോൾ അവരുടെ ദൈനംദിന പ്രാർത്ഥനകളിൽ ഉൾപ്പെട്ട് കഴിഞ്ഞ ഒരു പേര് കൂടിയായി മാറിക്കഴിഞ്ഞു അർജുൻ എന്നത്. എന്നാൽ ഇപ്പോൾ അർജുനേക്കാൾ മുൻപ് രക്ഷപ്പെട്ടു പോയ ഒരാളുടെ വാർത്തയാണ് പുറത്തു വരുന്നത്. കോതമംഗലത്ത് നിന്നാണ് ഈ വാർത്ത. ബിപിൻ ബോസ് ആണ് രക്ഷപ്പെട്ടു പോയത്. ശരിക്കും പറഞ്ഞാൽ ഒരു 50 രൂപ കാരണമാണ് ബിപിൻ ബോസ് രക്ഷപ്പെട്ടത്. അർജുനെ പോലെ തന്നെ ലോഡുമായി ഷിരൂർ വഴി മഹാരാഷ്ട്രയിലേക്ക് ഓട്ടം പോയതായിരുന്നു ബിപിൻ ബോസ്. 33 വയസ്സുകാരൻ തലനാഴിക്ക് രക്ഷപ്പെട്ടത് ഒരു 50 രൂപയ്ക്ക് വേണ്ടിയായിരുന്നു. വൻ അപകടത്തിൽ നിന്നും ബിപിൻ രക്ഷപ്പെട്ട വാർത്ത പുറത്തു വരുമ്പോൾ പ്രാർത്ഥനയോടെയല്ല എല്ലാവരും കാത്തു നിൽക്കുന്നത്. അർജുനു വേണ്ടി പ്രാർത്ഥനകൾ ഇപ്പോഴും ഒഴുകിക്കഴിഞ്ഞു. ബിപിന്റെ ജീവൻ രക്ഷിച്ചതാകട്ടെ വണ്ടി പഞ്ചറൊട്ടിച്ചതിനു ശേഷം കടക്കാരനുമായി നടത്തിയ വിലപേശൽ. വണ്ടിയിൽ കയറി ഓടിച്ചു പോകാൻ തുടങ്ങുന്ന സമയത്ത് കടക്കാരൻ 50 രൂപ വെച്ച് നീട്ടി. ആ പൈസ വാങ്ങാൻ വണ്ടി നിർത്തി താഴേക്ക് ഇറങ്ങിയില്ലായിരുന്നുവെങ്കിൽ അർജുനെ പോലെ തന്നെ ബിപിനും തിരച്ചിൽ നടത്തേണ്ടി വന്നേനെ. അങ്കോളയ്ക്ക് സമീപം ഷിരൂരിൽ മലയിടിഞ്ഞുണ്ടായ ദുരന്തത്തിൽ നിമിഷത്തിന്റെ വ്യത്യാസത്തിലാണ് താൻ രക്ഷപ്പെട്ടതെന്ന് ബിപിൻ ബോസ് പറയുന്നു. ഒരു നടുക്കത്തോടെയാണ് ബിപിൻ ആ സംഭവം ഇപ്പോൾ വിവരിക്കുന്നത്. മഹാരാഷ്ട്രയ്ക്ക് കൊക്കോ ലോഡുമായി പോയതായിരുന്നു ബിപിൻ. കടക്കാരിൽ നിന്നും 50 രൂപ വാങ്ങാൻ താഴേക്ക് ഇറങ്ങി വരുമ്പോഴാണ് മലയിടിഞ്ഞു വരുന്നത് കണ്ടത്. കൺമുന്നിൽ കണ്ട ദുരന്തത്തിന്റെ ഞെട്ടലിൽ നിന്നും ബിപിൻ ഇനിയും മോചിതനായിട്ടില്ല. അപകട സ്ഥലത്തിന് തൊട്ടടുത്ത് വെച്ചാണ് ബിപിന്റെ ലോറി പഞ്ചറായത്. ഇത് നന്നാക്കാൻ കടക്കാരൻ 2000 രൂപയാണ് വാങ്ങിയത്. പണം കൊടുക്കാൻ നേരത്തെ 50 രൂപ കുറയ്ക്കുമോ എന്ന് ചോദിച്ചു. കുറച്ചു നേരം തർക്കിച്ചെങ്കിലും പണം കിട്ടുന്ന ലക്ഷണമൊന്നും കാണാത്തതിനാൽ തിരികെ ലോറിയിൽ കയറി. അപ്പോഴാണ് കടക്കാരൻ 50 രൂപ എടുത്തു നീട്ടിയത്. ലോറിയിൽ നിന്നിറങ്ങി പണം വാങ്ങാൻ കടയ്ക്ക് മുന്നിലെത്തിയപ്പോഴാണ് മുന്നിലായി മല ഇടിഞ്ഞു വീഴുന്നത് കണ്ടത്. ഈ കാഴ്ച കണ്ട ബിപിൻ നടുങ്ങിപ്പോയി. ബിപിൻ തന്റെ ലോറി കുറച്ച് ദൂരത്തേക്ക് മാറ്റിയിട്ടു. മടങ്ങിയെത്തിയപ്പോഴാണ് ഗ്യാസുമായി എത്തിയ ഒരു ടാങ്കർ ലോറി മലയടിവാരത്തിൽ കിടക്കുന്നത് കണ്ടത്. ഡ്രൈവർ ഉണ്ടായിരുന്നില്ല. നോക്കിയപ്പോൾ താക്കോലുണ്ട്. ബിപിൻ രണ്ടാമതൊന്നും ആലോചിക്കാതെ ആ ടാങ്കർ ലോറിയും കുറെ ദൂരത്തേക്ക് മാറ്റിയിട്ടു. അതല്ലെങ്കിൽ പിന്നീടുണ്ടായ മണ്ണിടിച്ചിലിൽ ടാങ്കറും അകപ്പെടുമായിരുന്നു. എന്നാൽ ചായക്കടയിൽ ചായ കുടിക്കുകയായിരുന്ന ടാങ്കർ ലോറിയുടെ ഡ്രൈവർ മരണപ്പെട്ടുവെന്ന് ബിപിന് വേദനയായി മാറുന്ന ഒരു അവശേഷ വാർത്തയായി മാറിക്കഴിഞ്ഞു. അപകടത്തിൽ ചായക്കടയും അവിടെ ഉണ്ടായിരുന്നവരും പുഴയിലേക്ക് തെറിച്ചു വീണു. പാർക്ക് ചെയ്തിരുന്ന മറ്റൊരു ഗ്യാസ് ടാങ്കറും അതിശക്തമായി പുഴയിലേക്ക് പതിച്ചു. ഇതേ തുടർന്ന് പുഴയിലെ വെള്ളം കരയിലേക്ക് അടിച്ചു കയറി. മലയിലുണ്ടായിരുന്ന മൊബൈൽ ടവർ പൊങ്ങിത്തെറിച്ച് കാണാതായ അർജുൻ ഓടി. തടി ലോറി ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നും ബിപിൻ പറഞ്ഞു. ചൊവ്വാഴ്ച രാവിലെയാണ് ബിപിൻ വീട്ടിലെത്തിച്ചത്. കൂറ്റംവേലി, ചിറ്റിലപ്പള്ളി. ബിപിൻ ബോസ് 12 വർഷമായി ഇതര സംസ്ഥാനങ്ങളെ ലോറിയുമായി പോകുന്നയാളാണ്. ബിപിനൊപ്പം സഹഡ്രൈവർ അടിമാലി സ്വദേശി അഭിലാഷും ലോറിയിൽ ഉണ്ടായിരുന്നു. മണ്ണിടിഞ്ഞതിൽ നിന്നും 180 മീറ്റർ മാറിയായിരുന്നു ഈ ലോറി. ശരിക്കും പറഞ്ഞാൽ ചെറിയ ഒരു വ്യത്യാസം.